വാലിയം ഗുളികകൾ കഴിച്ചു കിടന്നിട്ടും കൃത്യം ആ സമയത്ത് 2:05 ഇവർ ഞെട്ടി ഉണർന്നത് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ആത്മകഥ തുടങ്ങുന്നത്. അപ്പം അത് ഒരു പുരുഷനാണ് എഴുതിയതെങ്കിലും അതിലുള്ള ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വളരെ വലുതാണ്. വാങ്കാരി മാതായി എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ട്രാൻസ്ലേഷൻ ചെയ്തു തീരുന്നതിന് മുൻപ് അവർ മരിക്കുകയും ചെയ്തു. തല കുനിക്കാതിരിക്കുകയാണ് ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. നമ്മൾ പണ്ട് ഷേക്സ്പിയറിനെ പറ്റി പറയുന്നത് പോലെ ഹി കോയിൻസ് വേർഡുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എനിക്കറിയാം അത് പദാനുപത വിവർത്തനമാണ്, കറക്റ്റ് വിവർത്തനമല്ല എന്ന് എനിക്കറിയാം. 1992 റിയോ ഡി ജനീറോയിൽ വെച്ച് ഭൗമ ഉച്ചകോടി നടന്നതോടുകൂടിയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന വാക്ക് ഒരു ലോകത്തിൻ്റെ ഡിക്ഷണറിയിലേക്ക് കടന്നു വരുന്നത്. വിവർത്തനത്തിലും ഒരു രാഷ്ട്രീയമുണ്ട്, വിവർത്തനത്തിൽ തിരഞ്ഞെടുപ്പിലൊരു രാഷ്ട്രീയമുണ്ട്, വിവർത്തനം ചെയ്യുന്നതിലൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ വിവർത്തന ജീവിതം ആരംഭിക്കുന്നത് ബിരുദത്തിന് പഠിക്കുമ്പോഴാണ്. അതുവരെ എനിക്ക് നല്ല വായനയുണ്ട്, അത്യാവശ്യം എഴുത്തുണ്ട്. പക്ഷെ വിവർത്തനം ഞാൻ ചെയ്യുന്നത് ആദ്യം മഹാശ്വേത ദേവി ജ്ഞാനപീഠ പുരസ്കാരം നേടി നടത്തിയ പ്രസംഗമാണ് ഞാൻ ആദ്യമായിട്ട് വിവർത്തനം ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹമാണ് പറഞ്ഞത് ഇതൊന്ന് വിവർത്തനം ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞത്. അപ്പം അന്നത്തെ ഒരു വിവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വാക്ക് തേടി അലയുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് എന്താണോ തോന്നിയത് അത് നമ്മളിങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ളതാണ് അന്ന് ചെയ്തിരുന്ന കാര്യം. അപ്പം അന്ന് അത് ചെയ്തപ്പോൾ കൊള്ളാം എന്ന് പലരും പറയുകയും അച്ഛനടക്കം പലരും പറയുകയും അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെയ്യാനും തുടങ്ങി. അന്നത്തെ ഒരു എൻ്റെ ഒരു വിവർത്തന ജീവിതത്തിൻ്റെ അമേച്വർ കാലഘട്ടം എന്നതിന് പറയാം. ഈ അമേച്വർ കാലഘട്ടത്തിൽ ഞാൻ കാര്യമായിട്ടും ചെയ്തത് നോൺ ഫിക്ഷനാണ്. ഇപ്പോൾ ആശിഷ് നന്ദിയുടെ ലേഖനങ്ങൾ, കൽപ്പന ശർമ്മ, കാഞ്ചേലയ്യ, പിന്നെ അതുപോലെ തന്നെ രാം പുനിയാനി, ഇങ്ങനെയുള്ള പല ഒരു ആളുകളുടെ ലേഖനങ്ങൾ, അത് ചിലർ ചോദിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് സ്വന്തം തോന്നിയിട്ടായിരിക്കാം ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഫിക്ഷൻ ലെവലിൽ ഒരു വിവർത്തനം ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് ചില നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗിരീഷ് കർണാടിൻ്റെ സ്വാർഡ് ഓഫ് ടിപ്പു സുൽത്താൻ ചെയ്തു. അങ്ങനെയൊക്കെ കുറച്ച് എല്ലാതും ചെയ്തു. അത് ദേശാഭിമാനിയിൽ വാരികയിൽ സീരിയലൈസ് ചെയ്തു വന്നു. അങ്ങനെ കഴിഞ്ഞ് 2005 ഞാൻ പിന്നെ PG എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു നോവൽ ആദ്യമായിട്ട് ചെയ്തത് DC ബുക്സിന് വേണ്ടിയിട്ട് ടു നോ എ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള അമോസോസ് എന്ന് പറഞ്ഞിട്ടുള്ള യിദ്ദിഷ് റൈറ്ററിൻ്റെ ബുക്കാണ് ഞാൻ ആദ്യം ചെയ്തത്. അവിടെ നിന്നാണ് എൻ്റെ ഒരു സ്ത്രീപക്ഷ കൃതികൾ വിവർത്തനം ചെയ്യുക എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു വ്യൂ ആയിട്ട് എനിക്ക് വികസിച്ച് വന്നത് അന്ന് മുതലാണ്, ഒരു പെർസ്പെക്റ്റീവ് വികസിച്ചത്. അപ്പം അത് ഒരു പുരുഷനാണ് എഴുതിയതെങ്കിലും അതിലുള്ള ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വളരെ വലുതാണ്. അത് കഴിഞ്ഞ് ശരിക്കും സമത എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഞങ്ങളുടെ ഒരു പബ്ലിഷിംഗ് ഹൗസ്, ഞങ്ങളെല്ലാവരും കൂടി നടത്തുന്ന ഒരു പബ്ലിഷിംഗ് ഹൗസാണ്, സ്ത്രീകളുടെ മുൻകൈയിലുള്ളൊരു പബ്ലിഷിംഗ് ഹൗസ്. അത് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയത് 2011 2011 തുടങ്ങിയപ്പോഴാണ്. അതുവരെ എനിക്ക് ഇങ്ങനെയൊരു രാഷ്ട്രീയമുണ്ട്, നമ്മൾ കൂടുതൽ സ്ത്രീപക്ഷ കൃതികൾ ചെയ്യണം എന്നുള്ളൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിലും അതൊരു കോൺക്രീറ്റ് ആയിട്ടൊരു ക്ലാരിറ്റി കൈവന്നത് ഈ സമത തുടങ്ങിയതോടുകൂടിയാണ്. ആദ്യമായിട്ട് ഞാൻ സമതയ്ക്ക് ചെയ്തത് 2011 തന്നെ ചെയ്ത വാങ്കാരി മാതായിയുടെ തലകുനിക്കാതെ ഒരു പെണ്ണിൻ്റെ കഥ എന്നുള്ളതാണ്. ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ ചെയ്ത ഒരു കൃതിയാണ്. 10-12 വർഷമായി ഇപ്പോൾ ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതാണ്. വാങ്കാരി മാതായി എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ട്രാൻസ്ലേഷൻ ചെയ്തു തീരുന്നതിന് മുൻപ് അവർ മരിക്കുകയും ചെയ്തു. അപ്പം ഞാനത് സമർപ്പിച്ചിരിക്കുന്നത് വാങ്കാരി മാതായിക്കാണ്. ഈ വരികൾ എഴുതി തീരുന്നതിന് മുൻപ് സ്വർഗത്തിൻ്റെ പച്ചപ്പിലേക്ക് പോയ വാങ്കാരിക്ക് എന്നാണ് അത് സമർപ്പിച്ചിരിക്കുന്നത്. അതിലുള്ള ഒരു രാഷ്ട്രീയം, സ്ത്രീപക്ഷ രാഷ്ട്രീയം, ഇതെല്ലാം എന്നെ വല്ലാതെ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ കോൺഷ്യസ് ആയിട്ട് അതേസമയം അൺകോൺഷ്യസ് ആയിട്ടും ഉരുത്തിരിഞ്ഞു വന്ന ഒരു തീരുമാനമാണ് സ്ത്രീപക്ഷ കൃതികളും സ്ത്രീകൾ എഴുതിയ കൃതികൾ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള കൃതികൾ, ഇങ്ങനെയെല്ലാം ഞാൻ പ്രാമുഖ്യം കൊടുക്കണം. അതൊരു തിരഞ്ഞെടുപ്പ്. അതായത് വിവർത്തനത്തിലും ഒരു രാഷ്ട്രീയമുണ്ട്, വിവർത്തനത്തിൽ തിരഞ്ഞെടുപ്പിലൊരു രാഷ്ട്രീയമുണ്ട്, വിവർത്തനം ചെയ്യുന്നതിലൊരു രാഷ്ട്രീയമുണ്ട്. അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ സമതയ്ക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുള്ളത് ആങ് സാൻ സൂചിയുടെ ലെറ്റേഴ്സ് ഫ്രം ബർമ്മ ചെയ്തു. അതുപോലെ തന്നെ ബെനസീർ ഭൂട്ടോ ഡോട്ടർ ഓഫ് ദി ഈസ്റ്റ് അവരുടെ ആത്മകഥ ചെയ്തു. അതുപോലെ തന്നെ ഗേൾസ് ഫ്രം കാബൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് പിന്നെ ചെയ്തത്. അതും ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്ത്രീപക്ഷ
ആം, ആം, ഒരു കാഴ്ചപ്പാടുള്ള ഒരു പുസ്തകമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ DC ബുക്സിന് വേണ്ടി ചെയ്തൊരു പുസ്തകമുണ്ട്. ലെയ്മ ബോവി എന്ന് പറയുന്ന ഒരു നോബൽ ലൊറിയറ്റാണ്. ലൈബീരിയൻ സിവിൽ വാർ ലൈബീരിയയിലെ സിവിൽ വാർ നിർത്തുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തതിന് വേണ്ടിയിട്ടുള്ള സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് ആ വർഷം ഈ ലെയ്മ ബോവിക്കാണ്. ആ ലെയ്മ ബോവിയുടെ പുസ്തകം ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സ്ത്രീ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും കൂടുതൽ ഞാൻ ശക്തിപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും എൻ്റെ ട്രാൻസ്ലേഷൻസിൽ ഇഷ്ടമുള്ളതായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ വാങ്കാരി മാതായിയുടെ പുസ്തകം. ഈ വാങ്കാരി മാതായിയുടെ ഈ പുസ്തകത്തിലെ അതിൽ തന്നെ പറയുന്നുണ്ട് തല കുനിക്കാതെ എന്നുള്ളതാണ്. തല കുനിക്കാതിരിക്കുകയാണ് ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അപ്പം ഇതിൽ ഈ ദാമ്പത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരിസ്ഥിതിയുടെ വക്താവാണ് വാങ്കാരി മാതായി. പക്ഷെ അതിൽ അവരുടെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് എപ്പോഴും തല കുനിച്ച് നിൽക്കണമെന്ന്, നമ്മുടെ ഉള്ള കഴിവുകൾ കാണിക്കാതെ പുറത്ത് കാണിക്കാതെ നിൽക്കണം എന്ന്, അതുപോലെ തന്നെ തിരിച്ചു പറയാതിരിക്കണമെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദാമ്പത്യം മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് ആരാണ് സ്ത്രീകളെ പഠിപ്പിച്ചത് എന്നവർ ചോദിക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് വാങ്കാരി മാതായിയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കുള്ളൊരു ശക്തരായ സ്ത്രീകൾ, എനിക്ക് ജീവിക്കാൻ പറ്റാതെ പോയ ജീവിതങ്ങൾ ജീവിച്ച സ്ത്രീകൾ, ഇവരുടെ ആ ഒരു പ്രിലിമിനറി തിരഞ്ഞെടുപ്പ്, അതായത് സെക്കൻഡറി ലെവലിലോ അല്ല ഈ തിരഞ്ഞെടുപ്പ്, പ്രിലിമിനറി തിരഞ്ഞെടുപ്പ് എൻ്റെ അത് തന്നെയാണ്. വാങ്കാരി മാതായുടെ ഈ പുസ്തകം, അതുപോലെ തന്നെ ചിരണയിൽ ഈ ബർമയിൽ നിന്നുള്ള കത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയ്ക്കുള്ള ആങ് സാൻ സൂചിയെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ അവരിതിലുള്ള കുറിപ്പുകൾ എന്ന് പറയുന്നത് ബർമയിലെ സാംസ്കാരിക ജീവിതം, ബുദ്ധന്മാരുടെ ജീവിതം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കുറിപ്പ് എന്ന് പറയുന്നത് പിന്നെ കൂട്ടിന് പുറത്തെ ഇളംകുരുവികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് പറയുന്നത് ബർമയിൽ സർക്കാരിനെതിരെ, പട്ടാള ഭരണകൂടത്തിനെതിരെ സമരം ചെയ്ത് പട്ടാള ഭരണകൂടം തടവിലാക്കപ്പെട്ടവരുടെ മക്കൾ പുറത്ത് എന്ത് ചെയ്യുന്നു, ചെറിയ കുഞ്ഞുങ്ങൾ പുറത്ത് എന്ത് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ ആകുലതകളാണ് അതിലുള്ളത്. അപ്പോൾ ഒരു സ്ത്രീക്ക് മാത്രം എഴുതാൻ പറ്റുന്ന, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ചില ലേഖനങ്ങളാണ് ഇതിലുള്ളത്. ബർമയിൽ പിന്നെ ഈ പ്രാതലിന് എന്ത് സംഭവിച്ചു, ട്രഡീഷണലായ പ്രാതലിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്ന അതിലുള്ള ഇക്കോണമി, ഇപ്പോൾ തലേ ദിവസം ബാക്കി വരുന്ന ചോറും ഒക്കെ കൂടി ചേർത്തിട്ടുള്ളതാണ് അവർ ബർമയിലുള്ള ഒരു ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതിലുണ്ടായിരുന്ന ഒരു തരം ഒരു ഇക്കോണമി, അതെങ്ങനെയാണ് മറന്നുപോയത്, എങ്ങനെയാണ് നമ്മൾ കമ്പോളത്തിനെ നമ്മൾ പുൽകിയത് തുടങ്ങി അങ്ങനെയുള്ള പിന്നെ ഗ്ലോബലൈസേഷനെ കുറിച്ച് ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിലുള്ള കുറിപ്പുകൾ. അതുപോലെ തന്നെ ബെനസീർ ഭൂട്ടോയുടെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ബെനസീർ ഭൂട്ടോയെ നമ്മൾ കുടുംബവാഴ്ചയുടെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. പക്ഷേ ഇതിലുള്ള നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെനസീർ ഭൂട്ടോ നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു കഥാപാത്രമാകും നമ്മുടെ മനസ്സിൽ. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലെഗസി എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ഭാരമാണ്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് കഴിയില്ല. അവരുടെ പിതാവായിട്ടുള്ള സുൽഫിക്കർ അലി ഭൂട്ടോ റാവൽപിണ്ടി ജയിലിൽ വെച്ചിട്ട് പുലർച്ചെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുമ്പോൾ വാലിയം ഗുളികകൾ കഴിച്ചു കിടന്നിട്ടും കൃത്യം ആ സമയത്ത് 2:05 ഇവർ ഞെട്ടി ഉണർന്നത് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ആത്മകഥ തുടങ്ങുന്നത്. ശരിക്കും നമ്മളൊരു മകളെന്ന നിലയ്ക്കൊക്കെ നമ്മളുടെ കണ്ണ് നനയിക്കുന്നതാണ് അത്തരം അനുഭവങ്ങൾ. എങ്ങനെയാണ് അവരത് അമ്മ എന്ന നിലയിൽ ഇവരുടെ 2 കുട്ടികളെയും ഇത്രയും വലിയ സ്ട്രഗിളിൻ്റെ ഇടയിൽ ഇംഗ്ലണ്ടിൽ കൊണ്ടാക്കിയിട്ടാണ്, UK കൊണ്ടാക്കിയിട്ടാണ് അവർ ഈ സ്ട്രഗിൾ മുഴുവൻ പാകിസ്ഥാനിൽ നിന്ന് സഹിക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ കൊല്ലപ്പെടാം, അതുപോലെ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പം അമ്മ എന്നുള്ള നിലയ്ക്കും സ്ത്രീ എന്ന നിലയ്ക്കുമുള്ള വലിയ സ്ട്രഗിൾസ് ഇതിലുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു കുടുംബവാഴ്ചയുടെ മാത്രം പ്രതിനിധിയായിട്ട് പിന്നെ നമ്മൾ ഒരിക്കലും അവരുടെ ആത്മകഥ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഈ ലെയ്മ ബോവി പോലെയുള്ള അവർ ഈ ആഫ്രിക്കൻ സ്ത്രീകൾ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ലൈബീരിയയിലത്തെ കാര്യം എന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പട്ടാള ഭരണകൂടങ്ങളാണ്. ഒരു പട്ടാള ഭരണകൂടത്തിൽ നിന്ന് അടുത്ത പട്ടാള ഭരണകൂടത്തിലേക്ക് പിന്നെ ഭരണം കൈമാറുന്നതിനുള്ള സിവിൽ വാറുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് സമ്പത്ത് പങ്കിടാനുള്ള രണ്ടോ മൂന്നോ പട്ടാള കൂട്ടങ്ങൾ തമ്മിലുള്ള സമരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള UN ഒക്കെ ഉൾക്കൊള്ളുന്ന നെഗോഷിയേഷൻസ് നടക്കുന്നത് സ്ത്രീകൾ അറിയാതെയാണ്, അവിടുത്തെ സാധാരണക്കാരറിയാതെയാണ്. അപ്പോൾ അത്തരം ഒരു വലിയൊരു കോൺഫറൻസ് നടക്കുമ്പോൾ അതിന് പുറത്തു പോയിട്ട്
ഈ ലൈമ ബോവിയും അതുപോലെ തന്നെ ലൈമ ബോവിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കൂടിയിട്ട് ആഫ്രിക്കൻ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മുതിർന്ന സ്ത്രീകൾ നഗ്നത കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. അപ്പോൾ അവർ ഈ കോൺഫറൻസ് നടക്കുന്നതിൻ്റെ പുറത്ത് വന്നിട്ട് അവരവരുടെ വസ്ത്രങ്ങൾ ഊരാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പം ആഫ്രിക്കയിലത്തെ ഒരു ട്രഡീഷണൽ മെത്തേഡാണ് അത്. അപ്പോൾ പെട്ടെന്ന് ആഫ്രിക്കൻ പുരുഷന്മാരെല്ലാം അസ്വസ്ഥരാവുകയും ഇല്ല, ഞങ്ങൾ നിങ്ങളെയും കൂടി കൂട്ടാം, നിങ്ങളുടെ ചർച്ചകളും കൂടി ഞങ്ങൾ ആവശ്യങ്ങളും കൂടി പരിഗണിക്കാം എന്നൊക്കെ പറയുന്നതുണ്ട്. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഇതെല്ലാം നമ്മൾ വായിപ്പിക്കുമ്പോൾ, നമ്മൾ മലയാളികളെയും കൂടി വായിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സംതൃപ്തിയും ആശയങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തിയും അത് നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും രണ്ടും ഈ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന് പുറകിലുണ്ട്. പെരുമാൾ മുരുകൻ്റെ വിവർത്തനം ഞാൻ കീഴാളനാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വിവർത്തനമാണ് പെരുമാൾ മുരുകൻ്റെ കീഴാളൻ. അത് ഞാൻ മറ്റൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തതാണ്. കാരണം കുറേ കാലം ഞാൻ 42 പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ് ടു ദിസ് ഡേ. അപ്പോൾ അതിൽ അധികവും ഞാൻ പുറത്തു നിന്നുള്ള പിന്നെ പൗലോ കൊയ്ലോ, സൽമാൻ റുഷ്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നുള്ള അതൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ഞാൻ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഞാൻ എൻ്റെ വഴിയേ വരുന്നില്ല എന്നുള്ള ചില കാര്യങ്ങൾ. ഇപ്പം ഒരു ലാറ്റിൻ അമേരിക്കൻ ലാംഗ്വേജിൽ എഴുതിയ ഒരു വർക്ക് ഇംഗ്ലീഷിലേക്ക് വന്ന് അവിടെ നിന്ന് വിവർത്തനം ചെയ്ത് മലയാളത്തിൽ ഇത്രയും വായിക്കപ്പെടണമെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മളോട് സാംസ്കാരികമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം ഷെയർ ചെയ്യുന്ന, പങ്കിടുന്ന ഒരു സംസ്ഥാനങ്ങളുടെ സാഹിത്യം എന്തുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള ആ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് ഈ പെരുമാൾ മുരുകൻ്റെ കീഴാളൻ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. DC ബുക്സിന് വേണ്ടിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. വലിയൊരു അനുഭവമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തമിഴ് അത്യാവശ്യം അറിയാം, പക്ഷെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് വി ഗീത, അറിയപ്പെടുന്ന ഫെമിനിസ്റ്റ് തിങ്കറാണ് വി ഗീത. അവർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും തമിഴ് പതിപ്പ് രണ്ടും കൂടി കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇതിലൊരു പാൻ ഇന്ത്യൻ ടച്ച് കൊടുക്കണമല്ലോ എന്തായാലും. അപ്പം തമിഴിൻ്റെ മാസങ്ങളെല്ലാവരും ഇത് ഇംഗ്ലീഷ് മാസങ്ങളാക്കി, ജൂൺ ജൂലൈ തുടങ്ങിയ മാസങ്ങളായി. ഞാൻ തിരിച്ച് ഇതെല്ലാതും, കാരണം നമ്മൾ മലയാളവും തമിഴും ഒരുപോലെ കിടക്കുന്ന സഹോദരങ്ങളാണ്, അപ്പോൾ നമുക്കത് ജൂൺ ജൂലൈ ആക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാനതെല്ലാം തിരിച്ച് മാർഗഴിയും എന്നും എല്ലാം തിരിച്ച് മാസങ്ങൾ, അതുപോലെ തന്നെ ചെടികളുടെ പേരുകൾ, അത് വല്ലാത്തൊരു എഫേർട്ട് എടുത്തു. ഇവിടെ കേരളവുമായിട്ട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരി ആ ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന ഈ ആട്ടിടയന്മാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കഥയാണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവർ എന്താ പറയുക, ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രയോഗിക്കുന്ന വാക്കുകളുണ്ട്. അതിൽ വളരെ വലിയ അശ്ലീല പദങ്ങൾ, നമ്മൾ അശ്ലീലം എന്ന് പറയുന്ന പദങ്ങൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം മലയാളത്തിലേക്ക് അതേ ശക്തിയോടുകൂടി ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വളരെ നന്നായി തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ, അർദ്ധനാരീശ്വരൻ പോലുള്ള കൃതികൾ, അത് മലയാളത്തിലേക്ക് എങ്ങനെ മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തമിഴ് മാസങ്ങളുടെയൊക്കെ പേര് ചെയ്തതുപോലെ പലതും തമിഴിലേക്ക് തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നു, റിവേഴ്സായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലാംഗ്വേജ് അദ്ദേഹം 10 വർഷം കൊണ്ട് എഴുതിയ കൃതിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം ചിന്തിച്ച് പോളിഷ് ചെയ്ത് എഴുതിയ കൃതി, വളരെ ഇൻറ്റൻസായിട്ട് ജാതി വ്യവസ്ഥക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുന്ന കൃതിയാണ്. അപ്പോൾ അത് നമ്മൾ അതേപോലെ മലയാളത്തിലേക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി കൊണ്ടുവരണമെങ്കിൽ, ആ വാക്കുകൾ കൊണ്ടുവരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ആ ഒരു തമിഴ്നാടിൻ്റെ ആ ഭാഗത്തെക്കുറിച്ചും അങ്ങനെയുള്ളൊരു ജാതി വ്യവസ്ഥയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെച്ചാൽ പെരുമാൾ മുരുകൻ എന്ന റൈറ്ററിൻ്റെ സ്റ്റൈലിനെ കുറിച്ചും വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും ഒക്കെ അറിയാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം തന്നെയാണ് അത് മലയാളം എഡിഷൻ, മലയാള വിവർത്തനം റിലീസ് ചെയ്തത് കോഴിക്കോട് വെച്ചിട്ട്. അതും എനിക്ക് വലിയൊരു സന്തോഷമായി. അതിപ്പം 10ാമത്തെ എഡിഷനിലാണ് DC ബുക്സിൽ നിന്ന്. ഒരു ട്രാൻസ്ലേഷനെ സംബന്ധിച്ചിടത്തോളം 10ാമത്തെ എഡിഷൻ എന്നൊക്കെ പറയുന്നത് DC ബുക്സിൽ നിന്ന്, അത് നമ്മൾ ഇത്ര എഡിഷനായി എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ DC ബുക്സിൻ്റെ ഏത് ഷോറൂമിൽ ചെന്നാലും അത് മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. അതെനിക്കൊരു വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഞാനിപ്പം ഈ അടുത്തൊരു തെലുങ്ക് ചെയ്തു നോവൽ. വോൾഗ എന്ന് പറയുന്ന വളരെ പ്രശസ്തിയായ തെലുങ്ക് റൈറ്ററുടെ
സ്ത്രീപക്ഷ റൈറ്ററാണ്, സ്ത്രീയാണ്. അവരുടെ സ്വേച്ഛ എന്ന് പറയുന്ന ഒരു ഫെമിനിസത്തിൻ്റെ ആദ്യകാല അവിടെ ഫെമിനിസത്തെ മുഖ്യധാര പൊളിറ്റിക്സിൽ കൊണ്ടുവന്ന ഒരു കൃതിയാണ് സ്വേച്ഛ എന്ന് പറയുന്നത്. അത് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലേക്കുള്ള എൻ്റെ ഒരു എൻട്രിയും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫോളോ അപ്പും ചെയ്യാനുള്ള ഒരു വലിയൊരു ഒരു എനിക്കൊരു എയിം പോലെ നൽകിയിട്ടുള്ള ഒരു ലക്ഷ്യം നൽകിയിട്ടുള്ള കൃതിയാണ് പെരുമാൾ മുരുകൻ്റെ കീഴാളൻ. ഉണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ട്രാൻസ്ലേഷൻ്റെ എൻ്റെ വിവർത്തന ജീവിതത്തിൻ്റെ അമേച്വർ കാലഘട്ടത്തിൽ ഞാൻ വാക്കുകളെ കുറിച്ചിട്ട് വലിയ കഷ്ടപ്പെടാറൊന്നുമില്ല. കയ്യിൽ കിട്ടിയ വാക്ക്, ഏകദേശം അടുത്ത് വരുന്ന വാക്ക്. പക്ഷെ ഞാൻ ഒരു വിവർത്തന ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും, ഇതൊരു സീരിയസ് ആവും തോറും, ഇതെൻ്റെ പ്രൊഫഷനും കൂടിയായി മാറും തോറും എനിക്കതിൽ ഒരു വാക്ക് തേടി അലയുക എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത് തുടങ്ങി. കാരണം ആപ്റ്റായിട്ടുള്ള അത്രയും ആലോചിച്ചിട്ടായിരിക്കും ഒരു റൈറ്റർ അവിടെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചൊരു വാക്ക് മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത്രയും ആപ്റ്റായൊരു വാക്ക് തന്നെ മലയാളത്തിലേക്ക്, ചിലപ്പോൾ മലയാളത്തിൽ വാക്കുകൾ ഉണ്ടാവില്ല. എനിക്ക് എപ്പോഴും വിഷമം തോന്നിയിട്ടുള്ളത് ഹീ ഷീ ഉപയോഗത്തിൻ്റെയാണ്. നമ്മളിപ്പം അവൾ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ബഹുമാനം വരുമ്പോൾ അവർ എന്ന് പറയുക സ്ത്രീകളെ. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര കൺഫ്യൂഷനാവും. അപ്പോൾ നമുക്ക് അവരുടെ പേര് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെ എന്താ, അപ്പം അമ്മായി എന്നാണോ അല്ലെങ്കിൽ അമ്മാവൻ എന്നാണോ അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അവർ എന്ന് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് വേറൊരു വി എന്നുള്ളതിന് നമ്മൾ അവർ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് പാരൻസ് എന്നുള്ളതിന് ഒറ്റ വാക്ക് മലയാളത്തിലില്ല. മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ പറയേണ്ടി വരും. ഗ്രാൻഡ് പാരൻസിന് വാക്കില്ല മലയാളത്തിൽ. അത് ഞാൻ ഒരുപാട് അലഞ്ഞിട്ടുള്ളതാണ്. ഉണ്ടോ എന്ന് അങ്ങനെ ഒരു വാക്കില്ല. പക്ഷെ സ്പെസിഫിക് ആയിട്ടൊരു വാക്ക് തേടി ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയത് സൽമാൻ റുഷ്ദിയുടെ 2 years 8 months 28 nights എന്ന് പറയുന്ന പുസ്തകം ചെയ്തിട്ടാണ്. 1001 രാവുകൾ എന്ന പേരിലാണ് ആ പുസ്തകം മലയാളത്തിലേക്ക് DC ബുക്സ്, ഞാൻ DC ബുക്സിന് വേണ്ടിയിട്ടാണ് അത് മൊഴി മാറ്റിയത്. നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് പോലെ റുഷ്ദി എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരാളാണ്. നമ്മൾ പണ്ട് ഷേക്സ്പിയറിനെ പറ്റി പറയുന്നത് പോലെ ഹി കോയിൻസ് വേർഡുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മളത്, അദ്ദേഹമേ വാക്കുകൾ ഉണ്ടാക്കുന്നു, അപ്പം മലയാളത്തിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. അപ്പോൾ ആ വാക്കുകൾ മലയാളത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകൾ കെട്ടി ഉണ്ടാക്കുന്ന ആളാണ്. അപ്പം നമ്മൾ അതുപോലെ മലയാളത്തിൽ കെട്ടി ഉണ്ടാക്കേണ്ടി വരും. അത് വലിയൊരു ചലഞ്ചായിരുന്നു എനിക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സമയമെടുത്ത കൃതിയാണ് ഈ 1001 രാവുകൾ എന്ന് പറയുന്നത്. 2 years 8 months 28 nights ദിവസങ്ങൾ കൂട്ടിയെടുത്താൽ 1001 രാവുകളാവും. അപ്പോൾ അങ്ങനെയാണ് 1001 രാവുകൾ എന്ന് മലയാളത്തിൽ നമ്മളതിന് ടൈറ്റിൽ കൊടുത്തത്. അതിലുണ്ടായിരുന്ന വേം ഹോൾ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടായിരുന്നു. വേം ഹോൾ, അതായത് ഫിസിക്സിലൊരു വാക്കാണ് വേം ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 2 പ്രപഞ്ചങ്ങൾക്കിടയിലെ ഒരു കൊറിഡോർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വാക്കാണ്. ഇത് 2 ലോകങ്ങൾ, മനുഷ്യരുടെ ഒരു ലോകം, ജിന്നുകളുടെ ഒരു ലോകം. ജിന്നുകളുടെ ലോകവും മനുഷ്യരുടെ ലോകവും തമ്മിൽ ചെറിയൊരു തിരശീലയുടെ വ്യത്യാസമേ ഉള്ളൂ. തിരശീലയിലുള്ള ദ്വാരങ്ങളിലൂടെ ജിന്നുകൾ ഭൂമിയിലേക്ക് വരുന്നതും അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും, നല്ലവളായിട്ടുള്ളൊരു ജിന്ന്, ദുനിയ എന്നുള്ള ജിന്ന് മനുഷ്യരാശിയെ മുഴുവൻ ഇത് രക്ഷിക്കുന്നതും, എന്നുവെച്ചാൽ ദുനിയ ഒരു മനുഷ്യനായിട്ടുള്ള പ്രണയത്തിലാണ് രക്ഷിക്കുന്നതുമായിട്ടുള്ള കഥയാണ്. അപ്പോൾ ഈ ജിന്നുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഒരു വേം ഹോളിൽ നിന്നാണ്. വേം ഹോൾ എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ അത് ഞാൻ ഫിസിക്സിൽ വളരെ, പ്രത്യേകിച്ചും ആസ്ട്രോഫിസിക്സ് നന്നായിട്ട് അറിയാവുന്ന പ്രൊഫസർ പാപ്പുട്ടി പോലുള്ള ആളുകളോട് ഞാനത് അന്വേഷിച്ചിട്ടുണ്ട്, എന്താണ് ഈ വാക്ക്. പക്ഷെ അത് നമുക്ക് പ്രപഞ്ച സുഷിരം എന്നൊക്കെ പറയുമ്പോൾ ഈ നോവലിലെ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ പദാനുപത വിവർത്തനമായിട്ടുള്ള കീടഗർത്തം എന്ന് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. എനിക്കറിയാം അത് പദാനുപത വിവർത്തനമാണ്, കറക്റ്റ് വിവർത്തനമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ പ്രപഞ്ച സുഷിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീടഗർത്തത്തിൽ നിന്നും ഒരു ജിന്ന് ഉയർന്നു വരുന്നത്, വളരെ ദുഷ്ടനായൊരു ജിന്ന് ഉയർന്നു വരുന്ന ഒരു ഫീൽ, ഒരു ആംബിയൻസ് കിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പദാനുപത വിവർത്തനങ്ങൾ വളരെയധികം സ്വീകരിക്കപ്പെടുകയും അല്ലാത്തത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്ത ചരിത്രം മലയാളത്തിലുണ്ട്. ഉദാഹരണമായിട്ട് വെൽക്കം, നമ്മൾ സ്വാഗതം എന്ന് പറയുന്നത് പദാനുപത വിവർത്തനമാണ്. അങ്ങനെയുള്ള ഒരുപാട് വിവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആസ്ട്രോഫിസിക്സ് നന്നായിട്ട് അറിയാവുന്നവർ പറഞ്ഞ വാക്കുകൾ റിജക്റ്റ് ചെയ്യും. ഞാനത് എൻ്റെ ഒരു ഇൻസ്റ്റിക്റ്റിനനുസരിച്ച്, കാരണം അതിൻ്റെ ഒരു, നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആത്മാവിനെ ഒന്ന് തഴുകാനേ പാടുള്ളൂ, അത് അതേപോലെ നിലനിർത്തണം.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിലനിർത്താനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് അതുപോലെ തന്നെ പദാനുപദ വിവർത്തനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ വാക്ക് തേടി അലഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉറപ്പായിട്ടും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പണ്ട് ചരിത്രാതീത കാലം മുതൽ സ്ത്രീകളുടെ ഒരു പ്രൊഫഷനായിട്ടാണ് വിവർത്തനം കരുതപ്പെടുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ അലച്ചിലൊന്നുമില്ല, പിന്നെ ക്രിയേറ്റിവിറ്റി കണ്ടമാനം വേണ്ട, ഒക്കെ തോന്നലുകളാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്താലും മതി, അല്ലാണ്ട് ക്രിയേറ്റിവിറ്റി അനുഭവങ്ങൾക്ക് വേണ്ടി പരതി നടക്കൽ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്ന് വീട്ടിലടങ്ങി ഒതുങ്ങിയിരുന്ന് ചെയ്യാം എന്നുള്ളൊരു ഭാവത്തോടു കൂടി സ്ത്രീകൾക്ക് എഴുതുന്നതിന് പതിച്ചു കൊടുക്കപ്പെട്ടതായിരുന്നു പണ്ട്. അത് ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. പതിച്ചു കൊടുക്കപ്പെട്ടുള്ളതായിരുന്നു വിവർത്തനം. അതുകൊണ്ട് പക്ഷേ മുന്നോട്ട് പോകും തോറും സ്ത്രീകളത് കിട്ടിയത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾ ചെയ്യുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. കിട്ടാത്തത് നേടിയെടുക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് കിട്ടിയതിൽ നിന്ന് കാര്യമായി നമ്മളുടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിവർത്തനങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഈ ഫെമിനിസ്റ്റ് കൃതികൾ വിവർത്തനം ചെയ്യാനൊക്കെ ആരംഭിച്ചു. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെയും ഒക്കെയുള്ള കൃതികൾ ഇങ്ങനെയാണ് മറ്റ് ഭാഷകളിലേക്ക് പരക്കുന്നത്. സ്ത്രീകൾ വിവർത്തനം ചെയ്തിട്ടാണ് കാര്യമായിട്ടും വരുന്നത്. ഇപ്പോൾ സിമോൻ ദി ബൂവയുടെ ചില കൃതികളൊക്കെ പുരുഷന്മാർ വിവർത്തനം ചെയ്തിട്ട് അതിലുള്ള കീവേഡ്സ് അതേപോലെ ചെയ്യാതെ വേറൊരു രീതിയിൽ വിവർത്തനം ചെയ്യപ്പെട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയോടുകൂടി വരാത്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും ഈ സ്ത്രീപക്ഷ കൃതികൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലാത്തതും എഴുതുമ്പോൾ ഇപ്പം അവൻ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അവൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ല. കോമൺ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ അവൻ അവൾ എന്ന് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ്, അല്ലെങ്കിൽ അവർ എന്ന് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇത് ഞാൻ ആദ്യകാലം മുതലേ വളരെ കോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സെക്ഷൽ വയലൻസ് ഉള്ള കൃതികൾ ഞാൻ പരമാവധി, അതായത് ഒരു കാര്യവുമില്ലാതെ സെക്ഷൽ വയലൻസ് കാണിക്കുന്ന കൃതികൾ, അതിലൊരു ന്യായീകരണം ഇല്ലാത്തത് പരമാവധി ഞാൻ ചെയ്യാറില്ല. അതുപോലെ തന്നെ വേറൊന്ന്, ഇങ്ങനെയുള്ളത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആത്മാവിനെ നമുക്ക് തഴുകാനേ പറ്റുള്ളൂ, മാറ്റാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ നമുക്കത് ഒരിക്കലും നമുക്കതൊരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ചെയ്യാറില്ല. അതുകൊണ്ട് ഒരു ലാംഗ്വേജിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ പൊതുവേ വരാറുണ്ട്, വളരെ നന്നായി തന്നെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ അതിനെ ഇപ്പോൾ അവൻ എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ എന്നുള്ളത് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ മനുഷ്യൻ എന്നുള്ള സ്ഥലത്ത് മനുഷ്യരാശി എന്ന് ഉപയോഗിക്കുകയും അങ്ങനെ നമുക്കൊരു ഇതുണ്ടല്ലോ, അതൊരു സ്ത്രീപക്ഷം എന്നതിനേക്കാൾ മനുഷ്യപക്ഷമാക്കുന്ന രീതിയിൽ നമ്മൾ ഭാഷ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഈ വാങ്കാരി മാതായുടെ ഒരു സ്ത്രീപക്ഷ രചന മാത്രമല്ല, ഈ പരിസ്ഥിതിയും സ്ത്രീകളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അത് വാങ്കാരി മാതായിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കെനിയയിലാണ് അവർ ജനിച്ചത്, കെനിയയിലാണ് വളർന്നത്. അവരാണെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. മധ്യപൂർവ്വ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഡോക്ടറേറ്റ് ബയോളജിയിൽ ആദ്യമായി കിട്ടിയത് അവർക്കാണ്. ബയോളജിയിലാണ് അവർക്ക് ഡോക്ടറേറ്റ്. അതുപോലെ തന്നെ പോസ്റ്റ് ഡോക്ടറൽ പഠനങ്ങളെല്ലാം കഴിഞ്ഞവരാണ് അവർ. അപ്പം സാധാരണ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവികസിത രാജ്യത്തിൽ നിന്നും പുറത്തുപോയി പഠിച്ച് US പോയി പഠിച്ച് തിരിച്ച് വന്ന് അവിടെ കുറച്ച് നല്ല സ്ഥാപനങ്ങളുണ്ടായിരിക്കുമല്ലോ, അവിടെ ഒരു പ്രൊഫസറായിട്ട് ഒതുങ്ങി കൂടേണ്ടിയിരുന്ന ഒരാൾ, വളരെ നന്നായിട്ട് സമാധാനമായിട്ട് ജീവിക്കേണ്ടിയിരുന്ന ഒരാൾ എങ്ങനെയാണ് പരിസ്ഥിതിയിലേക്കും സാധാരണ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളിലേക്കും കടക്കുന്നത് എന്നവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് കെനിയയിൽ കുട്ടികൾക്കിടയിലുള്ള പോഷകാഹാരക്കുറവാണ്. ഏറ്റവും കൂടുതലായിട്ട് പോഷകക്കുറവ്, അങ്ങേയറ്റം മാൽന്യൂട്രീഷൻ അനുഭവിക്കുന്നവരാണ് സ്ത്രീകളും കുട്ടികളും എന്ന് അവർ ആദ്യം കണ്ടെത്തുകയാണ്. അവരുടെ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയതാണ്. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കാരണങ്ങൾ. ഉദാഹരണമായിട്ട് ഈ കെനിയൻ ഗോത്രങ്ങളെല്ലാം തന്നെ അവിടുത്തെ നദികളെയും ഈ പർവ്വതങ്ങളെയും എല്ലാം ദൈവങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. ദൈവത്തിൻ്റെ ആലയം എന്ന് അർത്ഥം വരുന്ന പേരുകളാണ് ഈ മലകൾക്ക് എല്ലാതും ഉണ്ടായിരുന്നത്. ഈ പുറത്തു നിന്നുള്ള ബ്രിട്ടീഷുകാരും വന്ന് ഈ അധിനിവേശം നടത്തുമ്പോൾ അവരാദ്യം ചെയ്തത് ഈ പേരുകളെല്ലാം ഈ വിശ്വാസങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങളാണ്, ഈ പേരുകളെല്ലാം വളരെ അപരിഷ്കൃതമാണ് എന്ന് കണ്ട്. ഇപ്പോൾ വാങ്കാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം
പുലിയുടെ എന്നാണ്. ഗാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിക്യു എന്ന് പറയുന്ന ഗോത്രത്തിലാണ് അവർ ജനിച്ചത്. അതിൽ പുലി എന്നാണ് അർത്ഥം. വാങ്കാരി എന്ന് പറഞ്ഞാൽ പുലിയുടെ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള പേരുകളൊക്കെ വളരെ അപരിഷ്കൃതമാണെന്ന് പറയുകയും ഇവരുടെ വിശ്വാസങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞ് തകർക്കുകയും ചെയ്തു. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരം വെട്ടുന്നതിന് പ്രശ്നമില്ല. അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്നത് മരം വെട്ടാൻ പാടില്ല. അതുപോലെ തന്നെ അത്തിമരങ്ങൾ എന്ന് പറയുന്നത് പണ്ടത്തെ പൂർവികരുടെ ആത്മാക്കൾ താമസിച്ചിരുന്ന സ്ഥലമാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷെ ആ മരങ്ങളാണ് ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി ഭൂഗർഭജലം പിടിച്ചു നിർത്തിയിരുന്നത്. മലകളില്ലെങ്കിൽ മഴകളുണ്ടാവില്ല, മഴയുണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം തകർക്കപ്പെട്ടപ്പോൾ നേറ്റീവ് ഫോറസ്റ്റ് എന്ന് മാത്രമായിട്ട് കുറച്ച് ഈ കാടുകൾ ബാക്കി വെച്ചു. അപ്പോൾ തന്നെ ഈ മരങ്ങളെല്ലാം വെട്ടിമാറ്റുകയും ഒക്കെ ചെയ്തതോടുകൂടി ഇവർക്ക് അല്ലെങ്കിൽ ചുറ്റും ആഹാരമാണ്. വിശപ്പ് എന്ന് പറയുന്ന ഒരു കാലം, ഇപ്പോൾ വാങ്കാരി മാതായി പറയുന്നുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് വിശപ്പ് എന്നൊരു വികാരം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന്. അപ്പോൾ ഇത് പതുക്കെ ഇതൊന്നും ഇല്ലാതായി തുടങ്ങിയപ്പോൾ ചുറ്റും ചീരയുണ്ട്, അതുപോലെ തന്നെ പഴങ്ങളുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ രാവിലെ ഒന്ന് തോട്ടത്തിലേക്ക് ഇറങ്ങേണ്ടതേ ഉള്ളൂ. കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കാൻ തുടങ്ങി. ഇവരുടെ എല്ലാം ഭക്ഷണശൈലികൾ മാറാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഇവർ കഴിക്കുന്നതെല്ലാം അപരിഷ്കൃതമാണെന്ന്. പക്ഷെ മറ്റത് അവൈലബിളും അല്ല. ഇപ്പം തിനക്കഞ്ഞിക്ക് പകരം ചായ കുടിക്കാനായിട്ട് തുടങ്ങി. കുട്ടികൾക്ക് കൊടുക്കുന്നത് വില കുറഞ്ഞ ടിൻ ഫുഡായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ പുരുഷന്മാരെ ഈ ഖനികളിലും മറ്റും ജോലി ചെയ്യാനും ഫാക്ടറികളിലും ജോലി ചെയ്യാനും നഗരങ്ങളിലേക്ക് കുടിയേറിയതോടെ സ്ത്രീകളും കുട്ടികളും മാത്രമായി. അപ്പോൾ കൃഷി ചെയ്യാനായിട്ട് ആരുമില്ലാതെ ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്ന നാടാണ്. ടാക്സ് മാത്രമാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടത്. അവർക്ക് ആട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആടുകളില്ലാതെയായി, അതുകൊണ്ട് ആട്ടിൻപാലില്ലാതെയായി. അപ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം സ്ത്രീകൾ മണിക്കൂറുകളോളം നാഴികകളോളം താണ്ടിയാണ്, പിന്നെ അത് കിലോമീറ്ററുകളോളം താണ്ടിയാണ് വെള്ളം കൊണ്ടുവരുന്നത്, വിറക് കൊണ്ടുവരുന്നത്. ഇതെങ്ങനെ പരിഹരിക്കുക? അപ്പം ഒറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പരിഹരിക്കാമെന്ന് ഇവർ കണ്ടുപിടിച്ചതോടുകൂടിയതായിട്ടാണ്, അവർക്കത് മനസ്സിലായതോടുകൂടിയിട്ടാണ് കെനിയൻ ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്ന 1970s ഒരു വലിയൊരു പരിസ്ഥിതി മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. അതിലുള്ള വോളണ്ടിയേഴ്സ് എല്ലാം തന്നെ സാധാരണ സ്ത്രീകളാണ്. അവരാദ്യം സാധാരണ സ്ത്രീകളോട് പറഞ്ഞത്, നിങ്ങളൊരു തൈ നട്ട് അതൊരു തന്നെ നിൽക്കാവുന്ന ഒരു ലെവലിൽ എത്തുന്നത് വരെ പരിപാലിച്ചാൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരും. അവർ ബിരുദമില്ലാത്ത വനപാലകർ എന്നാണ് ഈ സ്ത്രീകളെ വിളിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് റെമ്യൂണറേഷൻ വാങ്ങി നടത്തിയിരുന്നവരെല്ലാം പിന്നീട് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് റെമ്യൂണറേഷൻ ഇല്ലാതെ പ്രവർത്തിച്ചു തുടങ്ങി. ഭൂമിക്ക് ഒരു പച്ചപ്പിൻ്റെ ഒരു പച്ച അരഞ്ഞാണം കെട്ടിക്കൊടുക്കുക എന്നതായിരുന്നു അതിൻ്റെ ടാഗ് ലൈൻ. 1 കോടി മരങ്ങളാണ് കെനിയയിൽ ഇവർ നട്ടുപിടിപ്പിച്ചത്. വാങ്കാരി മാതായിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ് കിട്ടിയത്. അതൊരു വല്ലാത്ത ഒരു ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതുവരെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കായി സമാധാനത്തിന് നൊബേൽ പ്രൈസ് കൊടുത്തിട്ടില്ല. സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാൾക്കും അതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ സമാധാനം ഉണ്ടാകുന്നത് പരിസ്ഥിതി നന്നായിരിക്കുമ്പോഴാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി ആ വർഷം വാങ്കാരി മാതായിക്ക് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കൊടുത്തതോടു കൂടിയിട്ട് ലോകത്തിന് മനസ്സിലായി എന്ന് തന്നെ പറയാം. അത് ഒരു നമ്മളെല്ലാവരും എമുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഈ ഒരു സ്ത്രീകൾ മുന്നോട്ട് വരുന്ന പ്രസ്ഥാനങ്ങൾ അതുണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ സ്ത്രീകളായിട്ട് അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ പരിസ്ഥിതിയിലേക്ക് മുന്നോട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. പരിസ്ഥിതി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിക്കുന്നത് വെള്ളം മുട്ടിയാൽ, അതുപോലെ തന്നെ മരങ്ങളില്ലാതായാൽ, വിറകില്ലാതായാൽ, ആഹാരമില്ലാതായാൽ, കുഞ്ഞുങ്ങൾ കരയുമ്പോൾ വിഷമിക്കുന്നത്, അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ആഹാരം കണ്ടെത്തേണ്ടത് എല്ലാം പ്രാഥമികമായും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആകുലത അനുഭവിക്കുന്നതും അതിനുവേണ്ടി പോരാടുന്നതും സ്ത്രീകൾ തന്നെയാണ്. എൻ്റെ ഒരു പരിസ്ഥിതിവാദമായിട്ടുള്ള ബന്ധം ആദ്യം തുടങ്ങുന്നത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ജോൺ സി ജേക്കബിന് ഞാനൊരു കത്തെഴുതി 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് എൻ്റെ വീട്ടിലെ ജാലകത്തിൽ കൂട് കൂട്ടിയൊരു വേട്ടാളനെ കുറിച്ചിട്ട്, എന്താണ് വേട്ടാളൻ കൂട് കൂട്ടാനായിട്ട് കാരണം, എന്താണ് ഇവിടെ കൂട് കിട്ടുന്നത്, ഇതെന്ത് ജീവിയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഞാനൊരു പോസ്റ്റ് കാർഡിൽ ജോൺ സി ജേക്കബിന് എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് പരിസ്ഥിതിയായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ബന്ധം എന്ന് പറയുന്നത്. 1987 നടന്നിട്ടുള്ള സേവ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ഗോവ തൊട്ടിട്ട് കന്യാകുമാരി, മഹാരാഷ്ട്ര തൊട്ടിട്ട് കന്യാകുമാരി വരെയുള്ള പദയാത്രയുണ്ടായിരുന്നു. സുന്ദർലാൽ ബഹുമണിയൊക്കെ പങ്കെടുത്തിട്ടുള്ള അതിൽ ഒരു പാലക്കാട് സ്ട്രെച്ചിലും ഒക്കെ ആയിട്ട് ഗോവയിലൊക്കെ ആയിട്ട് ഞാനും എൻ്റെ അച്ഛനോടൊപ്പം പങ്കെടുക്കുകയുണ്ടായി.
അപ്പോൾ അതാണ് മറ്റൊരു. അപ്പോൾ അന്നൊന്നും നമുക്ക് പരിസ്ഥിതി എന്നുള്ളൊരു അങ്ങനെ ഒരു സ്പെസിഫിക് ബോധത്തോടു കൂടിയല്ല നമ്മൾ പങ്കെടുക്കുന്നത്. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുന്തിപ്പുഴയുടെ തീരത്തൊക്കെ ഓടിക്കളിക്കുക, അതുപോലെ തന്നെ സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കുക, സൈലന്റ് വാലിയിലൂടെയൊക്കെ നടക്കുക. പക്ഷെ അതൊരു അന്ന് തൊട്ട് നമ്മുടെ വായനയിലേക്ക് പരിസ്ഥിതി പ്രധാന വിഷയമായിട്ടുള്ള നോവലുകളും എഴുത്തുകളും എല്ലാതും പതുക്കെ പതുക്കെ കടന്നു വരാനായിട്ട് തുടങ്ങി. 1992 റിയോ ഡി ജനീറോയിൽ വെച്ച് ഭൗമ ഉച്ചകോടി നടന്നതോടുകൂടിയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന വാക്ക് ഒരു ലോകത്തിൻ്റെ ഡിക്ഷണറിയിലേക്ക് കടന്നു വരുന്നത്. അതുവരെ നമുക്ക് വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം മുട്ടുന്ന പിന്നെ കെട്ടിടങ്ങൾ, ആകാശം തുളയ്ക്കുന്ന പുകക്കുഴലുകൾ, എങ്ങോട്ടെന്നില്ലാതെ അനന്തതയിലേക്ക് പായുന്ന നെടുമ്പാതകൾ, അതൊക്കെയായിരുന്നു. പക്ഷെ ആരും ചോദിച്ചില്ല ഒട്ടുന്ന ഖനി എത്ര, വറ്റുന്ന വെള്ളം എത്ര, മായുന്ന കാടെത്ര, ഇതൊന്നും ചോദിച്ചില്ല. പക്ഷെ ഒരു 90s ആദ്യത്തോടു കൂടി ലോകത്തിന് മനസ്സിലായി ഭൂമിയുടെ വിളിക്ക് ചെവി ഓർക്കാതെ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാവില്ല എന്ന് മനസ്സിലായി ലോകത്തിന്. അതിനുശേഷം ഒരുപാട് ഭൗമ ഉച്ചകോടികൾ നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഈ നമ്മുടെ ചിന്തയിലേക്ക് എല്ലാം കടന്നു വരുന്നത്. വികസനം വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കിപ്പോഴും ഗുഹാവാസികളായിട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ മുന്നോട്ടാണ്, മനുഷ്യൻ മുന്നോട്ട് പോകുന്ന ഒരു ജീവിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പാരിസ്ഥിതികമായ ഉത്കണ്ഠകളും ആകുലതകളും ഉണ്ടാകേണ്ടത് നമ്മളുടെ മാത്രം ആവശ്യമല്ല, ഈ ഭൂമി അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു അജണ്ടയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് പരിസ്ഥിതിയും വികസനവും ഒന്നിച്ചു പോകണം എന്നുള്ളത്. ഇപ്പം നമ്മൾ ഒരുപാട് ചിന്തയിലും എല്ലാം ഗവേഷണങ്ങളെല്ലാം മുന്നോട്ട് പോയ കാലമാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. എങ്ങനെ വികസനവും പരിസ്ഥിതിയുമായി ബന്ധിപ്പിക്കണം എന്ന് അറിയുന്ന ഒരുപാട് വിദഗ്ധരുണ്ട്. പക്ഷെ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണമെന്ന് മാത്രം. അപ്പം വികസനവും പരിസ്ഥിതിയും ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സമത എൻ്റെ കൂടി ഇനീഷ്യേറ്റീവിലുള്ള ഒരു സ്ഥാപനമാണ്. സമതയ്ക്ക് ഒരു 15 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് ബോർഡുണ്ട്. അതിലൊരു മെമ്പറാണ് ഞാൻ. ഇതുപോലെ തന്നെ സ്ത്രീപക്ഷ രചനകൾ, സ്ത്രീകൾ എഴുതിയത്, സ്ത്രീകളുടെ മുൻകൈകൾ, ഇങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ ഇറക്കുന്ന ഞങ്ങളുടെ സ്വന്തം സ്ഥാപനം. അപ്പോൾ ആ സമതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന 6ാമത്തെ പുസ്തകമാണ് ലിറ്റിൽ ജിപ്സി എന്ന് പറയുന്നത്. റോക്സി ഫ്രീമാൻ എന്ന് പറയുന്ന ജിപ്സി ഒരു പെൺകുട്ടിക്കാലാണ് അവരുടെ. അപ്പം നമുക്ക് ജിപ്സികളുടെ പുറത്തുനിന്ന് നോക്കിയിട്ടുള്ള നമുക്ക് അവരുടെ ഒരു ഇതല്ലേ അറിയുള്ളൂ. ഇപ്പം കാരവനിലൊക്കെ ജീവിക്കുന്നു, അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്നു, കളർഫുള്ളായ വർണ്ണശബളമായിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ഇടുന്നു, കുറേ ആഭരണങ്ങൾ ഇടുന്നു. എങ്ങനെയായിരിക്കും ഒരു പെൺകുട്ടി ജിപ്സി ആയിട്ട് ജീവിച്ചിട്ടുണ്ടായിരിക്കുക? അപ്പോൾ അതിൻ്റെ നന്മകളും തിന്മകളും, ചൈൽഡ് അബ്യൂസ് അടക്കമുള്ള തിന്മകളും വളരെ പോയിഗ്നൻ്റ് ആയിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് ലിറ്റിൽ ജിപ്സി എന്ന് പറയുന്നത്, റോക്സി ഫ്രീമാൻ്റെ. അതാണ് ഇപ്പോൾ എൻ്റെ ഒന്ന് ഇറങ്ങാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെലുങ്ക് നോവലായിട്ടുള്ള വോൾഗയുടെ സ്വേച്ഛ എന്ന് പറയുന്നത്, അതിൽ ഒരു സ്ത്രീ കുടുംബത്തിൽ നിന്നും, അതായത് സ്വാതന്ത്ര്യം, സ്വേച്ഛ എന്ന് പറയുന്ന വേർഡിന് ഭയങ്കര പവർഫുള്ളാണ്. സ്വന്തം ഇഷ്ടം അത് തേടി വീട്ടിനുള്ളിലെ അടിമത്തം സഹിക്കാതെ എന്നാൽ ശരി കല്യാണം കഴിച്ച് കളയാം, അതൊരു സ്വാതന്ത്ര്യം കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കുകയും അവിടെ അതിനേക്കാൾ വലിയ അടിമത്തം, ജോലി എന്ന ഫൈനാൻഷ്യൽ ഫ്രീഡമാണോ ഫ്രീഡം, ഫൈനാൻഷ്യൽ ഫ്രീഡവും കിട്ടി, ജോലിയും കിട്ടി, കോളേജിൽ പ്രൊഫസറാണ്. പക്ഷെ അവിടെയും കിട്ടാതെ സ്വന്തം ലോകത്തേക്ക് എൻ്റെ സ്വേച്ഛയ്ക്കനുസരിച്ച് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു സ്ത്രീയുടെ, ഒരു ചെറുപ്പക്കാരിയുടെ കഥയാണ് സ്വേച്ഛ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് DC ബുക്സിന് വേണ്ടിയിട്ട് ഒരു പുസ്തകമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമൃത പ്രീതത്തിൻ്റെ കഥകളാണ്. DC ബുക്സിന് വേണ്ടിയിട്ടല്ല, നാഷണൽ ബുക്ക് ട്രസ്റ്റിന് വേണ്ടിയിട്ട് അമൃത പ്രീതത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.